പത്തനംതിട്ട കോന്നിയിലെ 13-കാരിയുടെ വ്യാജ ലൈംഗിക അതിക്രമ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത് 20-കാരനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധം. കൂടൽ പോലീസ് സ്റ്റേഷൻ CPM DYFI പ്രവർത്തകർ ഉപരോധിച്ചു. കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി. കൂടുതൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം പോക്സോ കേസാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഈ പോക്സോ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയതോടുകൂടിയിട്ട് ഇന്ന് പോലീസിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ഇത് രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ എഫ്ഐആറിനെ സംബന്ധിച്ചിട്ട് കോടതിയിൽ ഹർജി നൽകി ഇത് തള്ളിക്കളയണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. പക്ഷേ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത് ഇത് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം കൂടെ നടത്തണം. ആ അന്വേഷണത്തിനൊടുവിൽ മാത്രം ഒരു നടപടിയിലേക്ക് കടന്നാൽ മതി എന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ഞെട്ടലോടുകൂടിയിട്ടാണ് ഈ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ എല്ലാം മാറി മറിഞ്ഞു. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസിനെ വിട്ടയക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ ഒരു സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ളതാണ്. കാരണം ഈ കുട്ടി ചൈൽഡ് ലൈനിന് മൊഴി നൽകുന്നു. തുടർന്ന് 10 പേരുടെ പേരാണ് നൽകുന്നത്. തുടർന്ന് 6 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു, 2 പേർ പ്രായപൂർത്തിയായവരായിരുന്നു. ഇതിനെ തുടർന്നാണ് പക്ഷേ പിന്നീട് മെഡിക്കൽ പിന്നെ മൊഴിയുടെ വിശദമായിട്ടുള്ള പരിശോധന അന്വേഷണം ഇതെല്ലാം നടത്തിയപ്പോൾ തീർത്തും ഇതൊരു വ്യാജ കേസാണ്. അതായത് ഈ ഒരു മൊഴികളിലും വൈദ്യപരിശോധനയിലും എല്ലാം വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കേസ് തള്ളിക്കളയണമെന്നുള്ള ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിക്കാൻ പോലീസ് വന്നത്. പക്ഷേ അത് SP തൽക്കാലം അത് വേണ്ട, വിശദമായ ഒരു അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് 20-കാരനായ യുവാവ് പ്രതി ചേർക്കപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത 20-കാരനായ യുവാവ് ഒരു പരാതിയുമായി മുന്നിലേക്ക് വന്നത്. ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ DGP, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് കൂടൽ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് തൻ്റെ കാലിൽ ബൂട്ടിട്ട് ചവിട്ടി, അതുപോലെ തന്നെ കാലിൻ്റെ വെള്ളയ്ക്ക് വടികൊണ്ടടിച്ചു, ചെവി പിടിച്ച് തിരിച്ചു. അത്തരം മർദ്ദനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു. താനൊരു ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞിട്ടും 20 വയസ്സുള്ള യുവാവാണ്, താനൊരു ഹൃദ്രോഗിയാണ്, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും തന്നെ മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് ഈ യുവാവ് മുന്നിലേക്ക് വെച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കൂടൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ CPM പ്രവർത്തകരും അതുപോലെ തന്നെ DYFI പ്രവർത്തകരും ഒരു പ്രതിഷേധവുമായും മുന്നിലേക്ക് വന്നത്. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് കൂടൽ പോലീസ് സ്റ്റേഷൻ CPM DYFI പ്രവർത്തകർ ഉപരോധിച്ചു.